എന്താണ് ചോദ്യം? നീ എങ്ങനെയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്? നീ ഏത് ആയുധവുമായിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്? നമ്മൾ യുദ്ധം ചെയ്യുന്നവരാണ് അല്ലേ? ആണോ? നമ്മൾ കുടുംബത്തിൽ യുദ്ധം ചെയ്യുന്നവരുണ്ട്, മക്കളുമായി യുദ്ധം ചെയ്യുന്നവരുണ്ട്, ജീവിത പങ്കാളിയുമായി യുദ്ധം ചെയ്യുന്നവരുണ്ട്, അടുക്കളയിൽ യുദ്ധം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല ജീവിത വ്യാപാരങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ചെയ്യുന്ന ജോലികൾ ഒരു സ്ട്രഗിളാണ്, ഒരു സമരം പോലെയാണ്, ഒരു പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ആ കാര്യങ്ങളെ, നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ ഏത് ആയുധം കൊണ്ടാണ് പൂർത്തീകരിക്കുന്നത് എന്നാണ് ചോദ്യം. ഇന്നത്തെ ഒന്നാം വായനയിൽ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. യുദ്ധം ചെയ്യാൻ പോകുന്ന 2 പേരെ നമ്മൾ കാണുകയാണ്. അതിൽ ഒന്ന് ഗോലിയാത്താണ്. ഗോലിയാത്ത് യുദ്ധം ചെയ്യാൻ പോകുന്നത് കുന്തവും വാളും പരിചയും പടത്തൊപ്പിയും പടച്ചട്ടയും ഒക്കെ അണിഞ്ഞ്, അവൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ ഈ ലോകത്തിൻ്റെ ആയുധങ്ങളാണ്. അതാണ് അതിൻ്റെ സൂചന. ഭൗതികമായി അവൻ സ്ട്രോങ് ആണ്. ഭൗതികമായ ആയുധങ്ങളാണ്, ലോകത്തിൻ്റെ ആയുധങ്ങൾ. യുദ്ധം ചെയ്യാൻ പോകുന്ന മറ്റൊരാൾ ദാവീദാണ്. ദാവീദിൻ്റെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത്, ദാവീദ് പറയുകയാണ്, നീ വാളും കുന്തവും ഒക്കെ ആയിട്ട് വരുന്നു, ഞാനാകട്ടെ, ഞാൻ വരുന്നത് കർത്താവിൻ്റെ നാമത്തിലാണ്. ദാവീദിൻ്റെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് കർത്താവിൻ്റെ നാമമാണ്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ആരാണ് വിജയം വരിക്കുന്നത് എന്ന് നമുക്കറിയാം. വാളും കുന്തവും പരിചയും പടത്തൊപ്പിയും ഒക്കെയായി, അല്ലെങ്കിൽ നല്ല പൊക്കവും നല്ല തടിയും ഒക്കെയായി, 9 അടി പൊക്കവും ഒക്കെ ആയിട്ട് വന്ന ആളല്ല യുദ്ധത്തിൽ ജയിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൽ വന്ന ആളാണ്. നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടാൻ ഒരു ഭൗതികമായ ആയുധവും മതിയാവുകയില്ല എന്ന് നമുക്ക് നമ്മുടെ അനുഭവം കൊണ്ടറിയാം. നമുക്ക് കർത്താവിൻ്റെ നാമമാണ് നമ്മുടെ പരിചയം, നമ്മുടെ ആയുധവും. വിശുദ്ധ ആഗ്നസ് തൻ്റെ ജീവിതം വിജയത്തിലെത്തിച്ചത്, ആഗ്നസിൻ്റെ ജീവിതം പരാജയപ്പെട്ട ഒരു ജീവിതമല്ല. ആ 13 വയസ്സുകാരി പെൺകുട്ടി AD 304 ജനുവരി 21 ശിരച്ഛേദനം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട 13 വയസ്സുകാരി, അവൾ തോൽക്കുകയല്ല, അവളുടെ മരണത്തിലും അവൾ വിജയിക്കുകയാണ്. കൊല്ലപ്പെട്ട് 1700 വർഷങ്ങൾ കഴിയുമ്പോഴും അവളുടെ ഓർമ്മ ഈ അൾത്താരയിൽ മഹിതമായി നമ്മൾ ആഘോഷിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അവൾ കർത്താവിൻ്റെ നാമത്തിൽ യുദ്ധം ചെയ്തതുകൊണ്ടാണ്. നീ കർത്താവിൻ്റെ നാമത്തിൽ യുദ്ധം ചെയ്ത് ഈ ഭൂമിയിലുള്ള ജീവിതം നഷ്ടപ്പെട്ടാലും, നീ കൊല്ലപ്പെട്ടാലും, സ്വർഗത്തിൽ നിനക്ക് ഒരു വിജയമുണ്ട്. അത് എന്നേക്കുമായിട്ടുള്ള വിജയമാണ്. നമുക്ക് കർത്താവിൻ്റെ നാമം വഹിക്കുന്നവരാകാം. കണ്ണുകളടക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ നാമം വഹിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയ സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. ഈ ലോകത്തിൻ്റെ ഭൗതികമായ ആയുധങ്ങളിൽ ആശ്രയിച്ചു പോയ, അവ എന്നെ രക്ഷിക്കുമെന്ന് ചിന്തിച്ചു പോയ സമയങ്ങളെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.